വെയിറ്റ് ഒക്കെ. അപ്പൊ ഞാൻ വെയിറ്റ് കൂടിയിട്ടാ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മാറി ഹാപ്പി ഓണം പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ ഇന്ന് നമ്മുടെ ഫിഫ്ത്ത് മന്ത് എന്ന് പറഞ്ഞാല് 4th മന്ത് കഴിഞ്ഞിട്ട് 5th ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കല്ലേ നമ്മള്. അപ്പൊ അതില് അനോമലി സ്കാൻ ഇല്ലേ, അപ്പൊ ആ സ്കാനിന്റെ ദിവസമാണ് ഇന്ന്. നമുക്ക് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്, 7 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് 10:30 എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് എണീറ്റ് പോവാൻ പോകണം. അപ്പൊ അമ്മൂട്ടിയും ഞാനും ചേട്ടനും കൂട്ടാണ് പോണേ. തൃശ്ശൂരാണ്. പിന്നെ ഞാൻ ചെറുകുട്ടിയൊരു നമ്മുടെ ബേബിയുടെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് രാവിലെ ഇവിടെ ഒന്നും ചെയ്യണില്ല, ചായ ജസ്റ്റ് ഒരു കട്ടനോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങാണ്. അപ്പൊ ഞാൻ എണീറ്റിട്ടതേ കട്ടൻ, ചേട്ടന് കട്ടൻ വയ്ക്കണു. എനിക്ക് കട്ടൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ചായ ഉണ്ടാക്കാം എന്ന് വിചാരിക്കാം. അപ്പൊ അമ്മൂട്ടി പാൽ ചായ കുടിക്കും അങ്ങനെ. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്, ബേബീനെ അടുത്തേക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിയുടെ ഓരോ മൂവ്മെന്റ്സും. ഇപ്പോൾ ഇപ്രാവശ്യം ചേട്ടനും മോൾക്കും കാണിക്കണം എന്ന് പറയണമെന്നുണ്ട്. സ്കാൻ ചെയ്യണത് വേറെ ഹോസ്പിറ്റലിലാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നോക്കാം. അത്യാവശ്യം നല്ല വയറൊക്കെ ആയി. ഇപ്പോൾ 4 മാസം എന്ന് പറഞ്ഞാലും ഉണ്ട്, വയറുണ്ട്. ഞങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് ഒരുങ്ങുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ നല്ല ഫുഡാട്ടോ. ദോശ, മസാല ദോശ, അങ്ങനത്തെ നെയ്റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ വടയൊക്കെ കിട്ടും. വട ഇപ്പം എല്ലായിടും കിട്ടും, പക്ഷെ ചിലയിടത്ത് കിട്ടാറില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് ഒപ്പം കിട്ടും കേട്ടോ. അതുപോലെ ചമ്മന്തിയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം അമ്മൂട്ടി വട പറഞ്ഞു പോകുമ്പോൾ കഴിക്കാം, കാറിലിരുന്നിട്ട്. നേരം പോയ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ദോശ, പ്ലെയിൻ ദോശയും മസാല ദോശ. ഹലോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അത് കാരണം കുറേ ആൾക്കാരുള്ള അവിടെ വരും ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ അവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. അപ്പോ ഇനി കുറച്ച് ദൂരമുണ്ട്. അപ്പോ അതായത് നമ്മള് സ്കാനിങ്ങിന് പോണ ദിവസം ഫുഡ് അടിക്കും. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കണ്ടേ, പിന്നെ അല്ലാണ്ട് വേറെ പുറത്തിറങ്ങണില്ലല്ലോ. അപ്പൊ ഞങ്ങളിതേ പോവാണ് കേട്ടോ. നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് കാണിച്ചൊന്നും തന്നില്ല കേട്ടോ. അങ്ങനെ കാണിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണെന്നോ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മൂട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുഞ്ഞുവിനെ കാണാനായിട്ട്. പക്ഷെ പറ്റിയില്ല. ഹലോ. അപ്പം നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു കേട്ടോ. സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇനി ഡോക്ടറെ കാണണം. ലിഫ്റ്റിൻ്റെ ഉള്ള നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പോയി. അപ്പോൾ 2 മണിയാവും ഇനി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ കുടുംബശ്രീയുടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഹോട്ടലിൽ അവിടെ കയറിയപ്പോൾ കുറേ ഭക്ഷണങ്ങളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നണ, എനിക്കിങ്ങനെ എന്താ പറയുക, ആവിയിൽ വേവിച്ച ഫുഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടെ അങ്ങനെ കിണ്ണത്തപ്പം കണ്ടു. അപ്പോൾ അത് ഞാൻ നോട്ടിട്ടിട്ടാ കയറുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ നാട്ടിൽ, അതായത് വീട്ടിലത്തെ സാധാ ഫുഡ്, അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ഉപ്പേരിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അരച്ച് വെച്ചിട്ടുള്ളൊരു കറി, പിന്നെ ഒരു അച്ചാറ് അതുണ്ട്. പിന്നെ സെപ്പറേറ്റ് നമുക്ക് മീൻ വറുത്തത്, മുട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞങ്ങളൊരു ചാള വാങ്ങിച്ചു കേട്ടോ, വറുത്തത്. അത് പിന്നെ ഞാൻ എടുത്തില്ല. അങ്ങനെ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് അമ്മൂട്ടി നമ്മുടെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു സ്കാനിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് നേരം വേഗം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ നോക്കട്ടെ, നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരുന്നു
കാണാൻ പറ്റും, അങ്ങനെ ടി വിയിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നായിരുന്നു. അപ്പം അത് പറ്റിയില്ലല്ലോ. അപ്പം പിന്നെ അവള് നോക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പം നേരവും വൈകി. അപ്പം ഞങ്ങളെ ഡോക്ടറെ കാണാൻ വളരെ നേരം വൈകിട്ടാ. എന്താ വെച്ചാൽ ഇന്ന് സാധാരണ നമ്മൾ ഈ സമയത്ത് കണ്ട് തിരിച്ചു പോകേണ്ട നേരമായി. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മൾ നേരത്തെ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ 2 ഡോക്ടറേയും പോണുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ ഹെഡ് നേഴ്സിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 2 മണിയാവും ഇനി വരാൻ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ BP ഇതൊക്കെ നോക്കി അവിടെ കൊടുത്തു വെയിറ്റൊക്കെ. അപ്പം ഞാൻ വെയിറ്റ് കൂടിയിട്ടാ 63 kg ആയി. ഇനി എത്രയാവും ദൈവത്തിന് അറിയാം. കാരണം മുകളിലൊക്കെ ഞാൻ 70 അടിച്ചു പോയിട്ടുണ്ട്. മിക്കവാറും കൂടും. അപ്പോൾ 63 കിലോ വെയിറ്റ്. അമ്മേ കുറേയൊക്കെ നോക്കിയതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിയട്ടെ, നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഞങ്ങളിതേ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. നല്ല സൂപ്പർ ഫുഡ് കഴിച്ചു കേട്ടോ. ഊണ് കിട്ടി, ഭാഗ്യത്തിന് ചേച്ചിമാർ ഊണ് കിട്ടി. അങ്ങനെ അതെ എല്ലാവരും ഉണ്ട്. കുടുംബശ്രീ അങ്ങനെ. അപ്പൊ നമ്മള് ഇനിയിപ്പോ 2 മണിയായി ഇപ്പൊ സമയം. അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കാറിലിരുന്ന് വന്നിട്ട് അപ്പൊ നമ്മള് ഇനി പോവാട്ടാ. ഇനി ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് വിവരം പറയാം. ഞാൻ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ടില്ല, കിട്ടി അങ്ങനെ വെച്ചു ഇവിടെ വന്നു. നേരെ പിന്നെ ഇവിടുത്തെ കാര്യം ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോയി, തിരിച്ചു വന്നു. ഇനി നേരെ പോയിട്ട് ഡോക്ടറെ കാണാതിരിക്കണം. വേഗം കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയത് നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ പോയ കാരണം തിരിച്ച് നമ്മൾ 2 മണിക്ക് ഇനി വരാൻ പറഞ്ഞത്. അപ്പൊ പോയിട്ട് കണ്ടിട്ട് വരാഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഡോക്ടറെ കണ്ടു വന്നു കേട്ടോ. ഡോക്ടറെ കണ്ടു വന്നിട്ട് ഡോക്ടർ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ കഴിച്ചു. അതെ അവിടെ ക്യാൻറ്റീനിൽ നമ്മുടെ കൊഴുക്കട്ടയില്ല അതിരിക്കണം. അപ്പൊ എനിക്ക് കൊതിയിളക്കി അത് കണ്ടപ്പോ. അപ്പൊ 2 മേടിച്ചു. അമ്മൂട്ടി ഒരെണ്ണം കഴിക്കണ്ട അവിടെ. എടാ അമ്മൂട്ടിയ കഴിഞ്ഞ. അപ്പൊ അയ്യോ സൗണ്ട് വരുന്നു. അപ്പൊ ഡോക്ടർ കുഴപ്പമില്ല, ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അനോമലി സ്കാനല്ല ഇപ്പൊ കഴിഞ്ഞത്, ഒക്കെ കറക്റ്റ് ഓക്കെയാണ്, നോർമലാണ്. അപ്പൊ ഇനി നമ്മള് ഹോസ്പിറ്റൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ ഒരു അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യണത് വന്ന് പോവാനേ ഭയങ്കര പാടാ. പിന്നെ ഡെലിവറി സമയമൊക്കെ ആകുമ്പോൾ ഇത്രയും ദൂരം ആകുമ്പോഴേ അമ്മൂട്ടിയുടെ കാര്യത്തിലും കുറച്ച് ഇത് വരും. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വരുമ്പോഴേ ഒരു ദിവസം ഇപ്പൊ അമ്മൂട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ക്ലാസ്സിന് വിടാൻ പറ്റിയില്ല. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് സാറ്റർഡേ നോക്കി ബുക്ക് ചെയ്തതാ അവൾക്ക് ക്ലാസ് പോകാണ്ടിരിക്കാൻ. പക്ഷെ ഈ സാറ്റർഡേ നിർഭാഗ്യവശാൽ അവൾക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആലോചിച്ചപ്പോ അടുത്ത് എവിടെയെങ്കിലും നോക്കാന്ന്. അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വേറെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇനി 1-2 സാധനങ്ങൾ മേടിക്കണം. അപ്പൊ അത് നോക്കിയിട്ട് വേണം. എന്തായാലും പോയി നോക്കട്ടെ. അപ്പൊ ഞങ്ങള് ഇതേ കിണ്ണത്തപ്പം കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വണ്ടി പതുക്കേനെ പോണുള്ളൂ. അപ്പൊ ഇതേ കിണ്ണത്തപ്പം കൊറേ കാലമായിട്ട് കഴിച്ചിട്ട്. എന്റെ വീട്ടിലൊക്കെ ഞാൻ പഠിക്കാൻ പോകുമ്പോ സ്കൂള് വിട്ട് വരുമ്പോ ഉണ്ടാക്കണ സാധനമാണ്. എളുപ്പല്ലേ, കുറച്ച് അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. എനിക്ക് ഞാൻ അമേരിക്കന്ന് വന്നാണ്. അപ്പം കിണ്ണത്തപ്പം ഇവിടുത്തെ ക്യാൻറ്റീനിൽ അങ്ങനത്തെ കാണും. ഇതിപ്പോ ഇവിടെ നിന്നല്ല കേട്ടോ, പക്ഷെ ഇവിടെ ഉണ്ടാവാറുണ്ട് അട, അതുപോലെ തന്നെ കൊഴുക്കട്ടൊക്കെ. ഇന്നിപ്പോ കൊഴുക്കട്ട ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ചു. അങ്ങോട്ടാണ് വീഡിയോ എടുത്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ കാലമായിട്ട് ഒരു ഐറ്റം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഏകദേശം എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് ഒരു ട്രൈപോഡ്. അപ്പം ഞങ്ങൾ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ വെർട്ടിക്കലിൽ വെക്കാൻ പറ്റില്ല ക്യാമറ. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല ക്യാമറയിൽ, ട്രൈപോഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒരു കടയിലും കൂടി പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ട്രൈപോഡ് എൻ്റെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞു. ഒറ്റ ട്രൈപോഡേ ഉള്ളൂ. അപ്പോൾ അതുമ്പോൾ തന്നെയാണ് നമുക്ക് 2 ക്യാമറ ഉണ്ടല്ലോ, ഒരെണ്ണം ക്യാനോണും ഒരെണ്ണം സോണി. അപ്പോൾ സോണി കുറച്ച് മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാനുണ്ട്, വെയിറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ട്രൈപോഡ് നോക്കി. പിന്നെ ഞങ്ങൾ ഇതാണ് ഫിക്സ് ആക്കി കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ വെക്കാം, പിന്നെ ഫ്ലിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാമറ ഹോൾഡ് ചെയ്തിട്ട്. പിന്നെ നമുക്കിത് ചെറിയ നമ്മൾ ഇരുന്നിട്ടൊക്കെ താഴെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ട്രൈപോഡ് നമുക്കിങ്ങനെ സൈഡിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ചെറിയൊരു അവിടെ ഉണ്ടൊരു ബോൾ മാതിരി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ട്രൈപോഡ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടോ. അതെ നമ്മുടെ
ബാങ്ക് വിളിക്കുന്നുണ്ട്. കുറെ കാലമായി, മൂന്ന് കൊല്ലം കഴിഞ്ഞു നമ്മളൊരു ട്രൈപ്പോഡ് മേടിച്ചിട്ട്. അപ്പോ ആദ്യം മേടിച്ചിട്ടുള്ളതാ. അപ്പൊ ഇപ്പൊ നമ്മള് ആ ട്രൈപ്പോഡേ പൊട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ട്രൈപ്പോഡ് വാങ്ങിച്ചതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ പിന്നെ വേറെന്താ, നമ്മളിങ്ങനെ പോവാണ്, വീടെത്താറായി. അതെ, വാങ്ങാൻ അതിനും കൂടുതലായി. കൊറേ നാളായി പൊട്ടിയിട്ട്. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാറുന്നു. അങ്ങനെ ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും മേടിക്കണം. ക്യാമറ ഇനി കയ്യിന്ന് പോയ ട്രൈപ്പോഡിന്റെ ഇരട്ടി കാശ് ക്യാമറ നന്നാക്കാൻ കൊടുക്കേണ്ടി വരും. അതിനും വേദന ട്രൈപ്പോഡ് വാങ്ങുന്നതല്ലേ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിച്ചാണ്. അങ്ങനെ അപ്പൊ ഇനിയിപ്പൊ വീട്ടിൽ ചെന്നിട്ട് കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് പോണ വഴിക്ക് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. അപ്പോ അല്ലെങ്കിൽ ചെന്നിട്ട് അല്ല, എനിക്ക് ഒന്നാമത്തെ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോഴേ പുറമൊക്കെ അങ്ങനെ കുഴച്ച് പൊട്ടിയിട്ട് ഒരു സുഖമില്ല. ഞാൻ ഒന്നാമത്തേതൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ മാറ്റാം. പിന്നെ അമ്മൂട്ടിയുടെ ക്ലാസ് ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ മാറ്റാം. അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അങ്ങനെ മാറ്റാന്ന് വിചാരിച്ചേ. ഇനി ചെന്നിട്ട് ഇതൊക്കെ ഫുഡ് അടിച്ചിട്ടൊന്ന് കെടുക്കണം, എന്നാലാണ് ശരിയാവുള്ളൂ. അതെ, പുറങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നിരിപ്പിരിക്കല്ലേ. അങ്ങനെ അപ്പൊ ഞാനിനി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്നാണ്. അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ വന്നിട്ട് കാണാം. അപ്പൊ നല്ല വൈകുന്നേരമായിട്ട് അപ്പൊ നമ്മള് ഇവിടെ ടൗണിലേക്ക് വന്നാണ്. കുറച്ച് എന്താ പറയാ സാധനങ്ങള്. നാളെ ഇനി സൺഡേ ആണ്. അപ്പൊ ഞാൻ കുറച്ച് കൊള്ളി മേടിച്ചിട്ടുണ്ട് തൃശ്ശൂരിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ കുറച്ച് ബീഫ് മേടിക്കുകയാണെങ്കിൽ കൊള്ളിയും ബീഫും കൂടിയിട്ട് നമ്മളിങ്ങനെ തട്ടുകടയിൽ ഉണ്ടാക്കില്ലേ, കൊള്ളി വേറെ ഇങ്ങനെ വേവിക്കുക, ബീഫ് ഇങ്ങനെ വേവിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അടുത്ത് ഇപ്പോ ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി. അയ്യോ ഭയങ്കര വിളിച്ചായി. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നില്ലേ അമ്മ? അവള് ബീ കഴിക്കില്ല, പക്ഷെ അതിന്റെ ചാറ് കൂട്ടി കൊള്ളി നല്ല കൊള്ളി കിട്ടി. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ തന്നെ ഞാൻ കേറിയിട്ട് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് മസാല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാല മേടിക്കാൻ വേണ്ടി ഞാൻ ഒക്കെ പൊടിക്കുക ചെയ്യുക, സെപ്പറേറ്റ് മേടിച്ചിട്ട്. അപ്പോൾ അത് മേടിക്കണം. പിന്നെ കുറച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അത് വാങ്ങാൻ മറന്നുപോയി ടൗണിൽ നിന്ന്, ഉള്ളിയും വെളുത്തുള്ളിയും. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയേക്കാം. അപ്പൊ ഞങ്ങളിവിടെ അങ്ങനെ വെയിറ്റിംഗ് ആട്ടാ. ഞാനും പലറ്റ് പോകാൻ മുട്ടെന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ എത്തും, വീടെത്തും. അപ്പൊ അമ്മൂട്ടി ഇങ്ങനെ എന്താ സഹിച്ച് പിടിച്ചിരിക്കുക ലമ്മോ. ഇപ്പൊ എത്തൂട്ടാ. അപ്പൊ നമ്മള് അവിടെ നിന്ന് നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത് മേടിക്കാൻ ചെല്ലുമ്പോണ്ട് അവിടെ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മാവേലി നിൽക്കണോ. മാവേലി ആണെങ്കിൽ ഞാൻ ക്യാമറ എടുത്തപ്പോ തന്നെ മാവേലി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ പോയിട്ട് മാവേലിനോടൊന്ന് സംസാരിക്കാം കേട്ടോ. ഹാപ്പി ആണോ? മാവേലി കാലത്തോടെ നിൽക്കണ്ട? കാലത്തല്ല, ഒരു മണി മുതലേ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഇവിടെ നമ്മുടെ ഫുഡ് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാവേലിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മാവേലി ഹാപ്പി ഓണം പറയാം. ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷവും സമൃദ്ധിയായിട്ട് ഇരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഹാപ്പി ഓണം. വെൽക്കം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി വ്ളോഗ് കേട്ടോ. നമ്മുടെ സ്കാനിങ്ങിന്റെ ആ ഒരു ചെറിയ വ്ളോഗ് കുറെ പേര് ചോദിക്കാറുണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് പോലെ ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ടും അതേപോലെ നമ്മുടെ സ്കിൻ കെയർ, അതേപോലെ ഓണം സീരീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.